നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കുറച്ചധികം ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുത്ത് റെഡി ആയിട്ട് മുന്നിൽ ഇരിക്കുക, പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലെല്ലാം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് കയറി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ജസ്റ്റ് ഹെഡിങ്സ് മാത്രമല്ല അല്ലേ, പത്ര കട്ടിങ്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം പഠിക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നോബൽ പ്രൈസിൻ്റെ ആണെങ്കിൽ പോലും എന്താണ് നമ്മുടെ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളുടെ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യം എന്താണ് കുറച്ചധികം ട്വിസ്റ്റുകളുള്ള രാജ്യമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് എവിടുന്ന് കിട്ടുന്നത്? പത്രവായനയിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വെച്ചിട്ട് ഇന്ന ആള് അല്ലെങ്കിൽ ഇന്നാക്കി ഇത് കിട്ടി എന്ന് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയുള്ള എക്സാംസ് ഒക്കെ എന്താണ് കോമ്പറ്റീഷൻ കൂടിയ എക്സാംസ് ആണ്. അതിന് ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് അരിച്ചു പറക്കി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലോട്ട് നോക്കാം. എന്താണ് ഇന്ത്യ മുന്നണി കാർഗെ അധ്യക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണിയെ പറ്റി. അപ്പം ഇന്ത്യ മുന്നണി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലിക അർജുൻ ഖാർഗെയാണ് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ആരാണ് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷൻ? ഒരു ചോദ്യം നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി പോവാം. എന്താണ് ആരാണ് അധ്യക്ഷൻ ഇന്ത്യ മുന്നണിയുടെ? മല്ലിക അർജുൻ ഖാർഗെ. മല്ലിക അർജുൻ ഖാർഗെ നമ്മൾ ചുമ്മാ പറഞ്ഞു പോയി കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്നൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ഇങ്ങനെ ചുമ്മാ വായിച്ചു കളയാതെ അവിടുന്ന് ഒരു ചോദ്യം ഉണ്ടാക്കുക. എന്താണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായ മല്ലിക അർജുൻ ഖാർഗെയുടെ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കോൺഗ്രസ് ആണ്. മനസ്സിലായോ? അങ്ങനെ എല്ലാ ലൈൻസും ക്വസ്റ്റ്യൻ ആക്കി തന്നെ പഠിക്കുക. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് കൺവീനറായിട്ട് ബീഹാർ മന്ത്രി നിതീഷ് കുമാർ വന്നേക്കും. ജസ്റ്റ് ചുമ്മാ പറഞ്ഞു പോയേക്കാണ് ന്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഫാക്ട് കിട്ടി. എന്താണ്? ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ്? ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെ ഓരോ വരിയും ഓരോ ചോദ്യങ്ങളാണ്. ഓരോ വരിയും ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്ന? ഔദ്യോഗിക തിരക്ക് മൂലം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നതിന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. എന്താണ്? ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജി. അപ്പൊ ഈ ഒരു ന്യൂസ് പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടി? മല്ലിക അർജുൻ ഖാർഗെ ആണ് ഇന്ത്യൻ മുന്നണിയുടെ അധ്യക്ഷൻ എന്ന് കിട്ടിയില്ലേ? കിട്ടി. അടുത്ത എന്താണ്? മല്ലികാർജുൻ ഖാർഗെയുടെ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണെന്ന് കിട്ടി. അടുത്ത ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജി. അതേ കണക്ക് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാന്ന് കിട്ടിയിട്ടുണ്ട്? നിതീഷ് കുമാർ ആന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോ എക്സാമിന് എന്താണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് നിതീഷ് കുമാറിനെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിതീഷ് കുമാറിന്റെ വലിയ കറണ്ട് അഫയേഴ്സ് ഒന്നും ഈ വർഷം വന്നിട്ടില്ല. സാധാരണ PSC ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എവിടുന്നൊക്കെ എടുത്ത് ചോദിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതേണക്ക് പത്ര കട്ടിങ്സിൽ എവിടെയെങ്കിലും ഒക്കെ കാണും അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ സ്ഥലമോ ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ സ്ഥലത്തെ ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂസിനകത്തുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത എന്താണ്? ചൈനയ്ക്ക് തിരിച്ചടി. എന്തിലാണ് തിരിച്ചടി? അതെന്താന്ന് നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ലായ് ചിങ്തെ തായ്വാൻ പ്രസിഡന്റ്. അപ്പൊ എന്താണ് നമുക്കിവിടെ മനസ്സിലായി. ചൈന എന്താണ്? ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തായ്വാൻ എന്ന് പറഞ്ഞാൽ. തായ്വാൻ ചൈനയോട് കൂട്ടിച്ചേർക്കണമെന്നൊക്കെ ചൈന കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ലായ് ചിങ്തെ ആണ് ഇപ്പോൾ തായ്വാന്റെ പ്രസിഡന്റ് ആയിട്ട് എടുത്തത്. അപ്പൊ അയാള് ചൈനയ്ക്ക് തിരിച്ചടിയാവുന്ന എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ചൈനയുമായിട്ട് കൂട്ടിച്ചേരുന്നതിൽ എതിർക്കുന്ന ആളാവാനല്ലേ സാധ്യത? ഒന്ന് ചിന്തിച്ചു നോക്ക്, ലോജിക്ക് വെച്ച് ചിന്തിച്ചു നോക്ക്. ചൈന കൈയടക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് തായ്വാൻ. ചൈനയായിട്ട് കൂട്ടിച്ചേർക്കണം. ഈ തായ്വാനിലെ ജനങ്ങളെല്ലാം ചൈനയ്ക്ക് സപ്പോർട്ടാണെന്നും അവിടെ കൂട്ടിച്ചേർക്കണമെന്നൊക്കെയാണ് ഈ ചൈന കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നപ്പം ചൈനയ്ക്ക് തിരിച്ചടി ആവണമെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവം? ഈ ചൈനയായിട്ട് കൂട്ടിച്ചേർക്കുന്നതിൽ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് ആര്? ലായ് ചിങ്തെ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, അങ്ങനെ ഒരാൾ ഇവിടെ വിജയിക്കണമെങ്കിൽ ഈ തായ്വാനിലെ ജനങ്ങള് ചൈനയായിട്ട് കൂട്ടിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു ന്യൂസാണിത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ചൈനയ്ക്ക് തിരിച്ചടിയായി തായ്വാൻ ഭരണപക്ഷ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്ക് തുടർച്ചയായി 3ാം തവണയും വിജയം. അപ്പൊ ഇതിനകത്ത് ആരാണ് വിജയിച്ചത്? ലായ് ചിങ്തെയാണ്. പാർട്ടി നോക്കുക, പാർട്ടി നമുക്ക് ഇവിടെ കിട്ടി. ഏതാണ് പാർട്ടി?
ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. അപ്പം ലായ് ചിങ്തയുടെ പാർട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി. എന്താണ്? ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. എഴുതി വെച്ചോ, ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകാനാണ്. നമ്മൾ ഇനി പഠിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തരുത്. ഇപ്പം കളയുന്ന ഈ സമയം നമ്മൾ പഠിക്കാൻ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഒരു ക്ലാസ് കാണുന്നെങ്കിൽ ചുമ്മാ ക്ലാസ് കണ്ടിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് എന്താ ഗുണം അല്ലേ? അപ്പം നമുക്ക് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകാം. ഇപ്പം പഠിച്ചു വെച്ചേക്കാം. ആരാണ് തായ്വാന്റെ പ്രസിഡന്റ്? ഒന്നുകൂടെ പറയാം. ആരാണ് തായ്വാന്റെ പ്രസിഡന്റ്? ലായ് ചിങ്തെ. ആരാണ്? ലായ് ചിങ്തെ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ പാർട്ടി? ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. എന്താണ്? ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി പഠിച്ചല്ലോ. അടുത്ത എന്താണ്? പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത ഈ ലായ് ചിങ്തയെ വില്യം ലായി എന്നും അറിയപ്പെടുന്നു. എന്താണ്? വില്യം ലായി. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് നോട്ട് എടുത്ത് തന്നെ എഴുതി വെച്ചേക്കാം. നമ്മൾ പത്ര കട്ടിങ്സ് എടുത്തു വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് പറയുന്ന പോയിന്റ്സ് കറക്റ്റായിട്ട് നോട്ടിൽ എഴുതി തന്നെ പോവുക. അപ്പം ഈ പറയുന്ന ലായ് ചിങ്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? വില്യം ലായി. എന്താണ്? വില്യം ലായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ്? ചൈനയ്ക്ക് തിരിച്ചടിയായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ചൈനയെ എതിർക്കുന്ന ആളാണ് ലായ് ചിങ്തെ. ഓക്കെ അല്ലേ? അപ്പം ചൈന അധികാരം ഉന്നയിക്കുന്ന സ്ഥലം, ചൈനയൊട്ട് കൂട്ടിച്ചേർക്കണമെന്ന് ചൈന അധികാരം ഉന്നയിക്കുന്ന സ്ഥലം ഏതാണ്? തായ്വാനാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേടാ? അടുത്ത ന്യൂസ്, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തി. അപ്പൊ ഇത്രയും നാളും ഉണ്ടായിരുന്നല്ല പഴയതല്ലേ. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തി എന്നതാണ് അടുത്ത ന്യൂസ്. പഠിച്ചു വെച്ചോ. എവിടെയാണ്? വാഷിംഗ്ടണിലാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തി ഗവേഷകർ. ന്യൂയോർക്കിലെ കെയ്റോയ്ക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ ഒരു കോറിലാണ് ഈ ഭൂമിയിലെ ഏറ്റവും പുരാതനമെന്ന് കരുതുന്ന വനം കണ്ടെത്തിയത്. അപ്പൊ എവിടെയാടാ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം? എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ കെയ്റോയ്ക്ക് സമീപമാണ്. എവിടെയാണ്? ന്യൂയോർക്കിലെ കെയ്റോയ്ക്ക് സമീപം. പഠിച്ചു വെച്ചേക്ക. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനമാണ് എവിടെ ഉള്ളത്? ന്യൂയോർക്കിലുള്ളത്. ഓക്കെ. അടുത്ത എന്താണ്? 385 ദശലക്ഷം വർഷങ്ങളാണ് ഇതിന് പഴക്കമുള്ളത്. എത്രയാണ്? 385 ദശലക്ഷം വർഷങ്ങൾ. നമ്മളിപ്പോൾ കുറേ ആയിട്ട് എന്താണ് ന്യൂസിലൊക്കെ പഴയ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതൊക്കെ പഠിച്ചു. ഇപ്പൊ അടുത്തിടെ തന്നെ 2500 വർഷം പഴക്കമുള്ള എന്താണ്? ആമസോൺ കാട്ടിലൊരു നഗരം കണ്ടെത്തി. അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് കണ്ടെത്തുന്നതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എവിടെയാണ് ഇത്ര വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയത്? എവിടെയാണ്? ആമസോണിലാണ്. 2500 വർഷം പഴക്കമുള്ളൊരു വനം കണ്ടെത്തിയത് എവിടെയാണ്? ആമസോണിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂല, ആമസോൺ എന്നൊക്കെ ഓപ്ഷനിൽ കണ്ട ആമസോൺ കാടല്ലേ, അവിടെ ഒരു സാധ്യത ഇല്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം എത്രയാണ്? 385 ലക്ഷം വർഷം പഴക്കമുള്ള എന്താണ് ഈ വനമാണ് കണ്ടെത്തിയത്. ഇനി നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിലും വർഷം പഴക്കമുള്ള കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫാക്റ്റ് മാറും കേട്ടോ. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. എവിടെയാണ്? വാഷിങ്ടൺ. എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഇനി അടുത്ത നമ്മളിപ്പം പഠിച്ചത് വെച്ചിട്ട് ഇപ്പോൾ പുതിയ ഒരെണ്ണം കണ്ടെത്തി. ഇതിനു മുമ്പേ നമ്മൾ പണ്ടത്തെ ഒരു കറണ്ട് അഫയേഴ്സ്, ഇതിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ തൊട്ട് പുറകെ കണ്ടെത്തിയ സാധനം ആയിരിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കെ. ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തി. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം ഏതായിരുന്നു? 2019 പഠനത്തെ തുടർന്ന് എന്താണ് നിലവിൽ ആമസോൺ മഴക്കാടുകളും ജപ്പാനിലെ യഗഷിമ വനവുമാണ് അറിയപ്പെട്ടിരുന്നതിൽ ഏറ്റവും പഴയ വനം. ഏതൊക്കെയായിരുന്നു? ആമസോൺ മഴക്കാടുകളും ജപ്പാനിലെ യഗഷിമ വനങ്ങളുമാണ് എന്താണ് അറിയപ്പെട്ടിരുന്നതിൽ ഏറ്റവും പഴയ വനം. 2019 ഇതായിരുന്നു നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചത്. എന്നാൽ 2024 ആയപ്പോഴത്തേക്ക് എന്താണ് ഫാക്ട് മാറി. ഇപ്പൊ എവിടെയാണ്? ന്യൂയോർക്കിലാണ് ഏറ്റവും പഴയ വനം ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് TH മുസ്തഫ അന്തരിച്ചു. ആരാണ്? TH മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ആരാണ് ഇദ്ദേഹം? ആരാണ്? മുൻ മന്ത്രിയായിരുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടി TH മുസ്തഫ. ആരാണ്? മന്ത്രിയായിരുന്നു. പിന്നെന്താണ്? കോൺഗ്രസ് നേതാവുമായിരുന്നു. പാർട്ടി നമുക്ക് കിട്ടി. ഇനി എന്താണ്? എവിടുത്തെ മന്ത്രിയായിരുന്നു എന്നൊന്ന് നോക്കി വെച്ചേക്കാം. മുൻ മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴത്തെ മന്ത്രി? ഏത് സമയത്തെ മന്ത്രി?
കെ കരുണാകരൻ മന്ത്രിസഭയിലെ കരുണാകരൻ മന്ത്രിസഭ ഇപ്പൊ 2-3 ക്ലാസ്സുകളായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഓരോരുത്തർക്കും പ്രായമായി, ഓരോരുത്തരും തട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കരുണാകരൻ മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഫയലിൽ നിന്ന് എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം, എപ്പോഴെങ്കിലും ആവശ്യം വരും കേട്ടോ. അപ്പൊ കരുണാകരൻ മന്ത്രിസഭയിൽ 1991 മുതൽ 1995 വരെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരുന്നു. ആരായിരുന്നു? ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? TH മുസ്തഫ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടി കരുണാകരൻ മന്ത്രിസഭയിലെ 1991 മുതൽ 95 വരെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ആരാണ്? TH മുസ്തഫ. കിട്ടിയല്ലോ, പോയിന്റ് കിട്ടിയല്ലോ. അടുത്ത പോയിന്റ് എന്താണ്? 5 തവണ നിയമസഭാ അംഗമായി. 5 തവണ നിയമസഭാ അംഗമായി. അതും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന TH മുസ്തഫ അന്തരിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? അപ്പൊ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. ഏത് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു? കരുണാകരൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പുകള്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. എത്ര തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട? എത്ര തവണയാണ്? 5 തവണ. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 1977 ആലുവയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. അപ്പൊ എന്നാണ് ആദ്യമായിട്ട് എന്നാണ് നിയമസഭയിലേക്ക് TH മുസ്തഫ എത്തിയത്? എന്നാണ്? 1977. ഓക്കെ, എന്നാണ്? 1977. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. 1991 മുതൽ 95 വരെയാണ് കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ 1991 മുതൽ 95 വരെ 91 മുതൽ 95 വരെയാണ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി. 5 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പൊ എന്താ പഠിച്ചത്? 1977 ആലുവയിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി. അവിടെ 2 ചോദ്യമുണ്ട്. എന്നാണ് നിയമസഭാ അംഗമായി ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത്? എന്നാണ്? 1977. എവിടെ നിന്നാണ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട? എവിടെ നിന്നാണ്? ആലുവയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ആലുവയിൽ നിന്നാണ് ആദ്യമായിട്ട് നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? ഇനി 1982, 1987, 1991, 2001 തെരഞ്ഞെടുപ്പുകളിൽ കുന്നത്തുനാട് എവിടെയാണ്? കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. എവിടെയാണ്? കുന്നത്തുനാട് മണ്ഡലം. അപ്പൊ ആലുവയിൽ നിന്ന് 1977 ആദ്യമായിട്ട് ആലുവയിൽ നിന്നാണ് മത്സരിച്ചത്. 1977 ആലുവയിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി. അതിനുശേഷം ഏതൊക്കെ വർഷം? 1982, 87, 91, 2001 ഈ വർഷങ്ങളിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി അടുത്ത എന്താണ്? സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാനായും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ചെയർമാനായിട്ടും സിയാൽ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ മേഖലയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്? ഏതൊക്കെ മേഖലയിലാണ്? സംസ്ഥാന ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ. എവിടെയാണ്? സംസ്ഥാന ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ടും പിന്നെന്താണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ചെയർമാനായിട്ടും പിന്നെന്താണ്? സിയാലിന്റെ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ന്യൂസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫാക്ട്സ് കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ പത്ര വായന ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾ പത്രം എടുത്തിപ്പോ എന്റെ ക്ലാസ് എന്നെ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡെയിലി പത്രം എടുത്തു വെക്കുക. ഓക്കെ, പത്രം എടുത്തു വെച്ചിട്ട് അതിനകത്തുള്ള നമുക്ക് PSC പഠിക്കുന്നവരാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന്. ആ ഹെഡിങ്സ് സെലക്ട് ചെയ്ത് മാറ്റുക. നമ്മൾ പത്രം എടുത്ത് വയ്ക്കുമ്പോൾ ആദ്യം ഹെഡിങ്സ് കണ്ടുപിടിക്കുക, ഓടിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ള ഹെഡിങ്സ് എല്ലാം ടിക്കിട്ട് വെക്കുക. ടിക്കിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വെക്കുക. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം PSC പഠിക്കുന്നവർക്കൊക്കെ ഏതൊക്കെ പോയിന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാവും. പക്ഷേ പണ്ടത്തെ PSC അല്ല ഇപ്പോഴത്തെ PSC കുറച്ചുകൂടെ ആഴത്തിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഒന്ന് വായിച്ചെങ്കിലും കളഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ പോയിന്റ്സ് കാണുമ്പോൾ ഓർമ്മ വരും. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് എന്താണ്? സംസ്ഥാനത്തെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ് വന്നത്? എവിടെയാണ്? ഫറോക്ക് പാലത്തിലാണ് വന്നത്. എവിടെയാണ്? ഫറോക്ക് പാലം. സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലങ്കൃത പാലം എവിടെയാണ്?
ഫറോക്ക് പാലം. ഫറോക്ക് പാലം എവിടെയാണ്? കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് യുവജന ദിനത്തിന്റെ കാര്യം അല്ലേ. എന്നാണ് യുവജന ദിനം? ജനുവരി 12-നാണ് യുവജന ദിനം. എവിടെയാണ് വേദി? 27ാമത്തെ ദേശീയ യുവജന ദിനത്തിന്റെ വേദി എവിടെയാണ്? നാസിക്, മഹാരാഷ്ട്ര. എവിടെയാണ്? നാസിക്, മഹാരാഷ്ട്ര. എന്തായിരുന്നു അതിന്റെ തീം? മൈ ഭാരത് വികസിത് ഭാരത്. മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2047. ഓക്കെ, അപ്പൊ എത്രയാണ്? 2047. ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. എന്താണ്? ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി ബാക്കി ഇത്രയും നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഈ ഒരു 2 പോയിന്റ്സ് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. ഒന്ന് നോക്കി വെച്ചേക്കാം. സംസ്ഥാനത്തെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ്? ഫറോക്ക്, കോഴിക്കോട്. എവിടെയാണ്? ഫറോക്ക് പാലം, കോഴിക്കോട്. 27ാമത്തെ, എത്രാമത്തെയാണ്? 27ാമത്തെ ദേശീയ യുവജന ദിനത്തിന്റെ വേദി നാസിക്, മഹാരാഷ്ട്ര. എന്താണ്? ദേശീയ യുവജനോത്സവത്തിന്റെ വേദി നാസിക്, മഹാരാഷ്ട്ര. നാസിക്, മഹാരാഷ്ട്ര. എന്നാണ് യുവജന ദിനം? ജനുവരി 12. എന്താണ് പ്രത്യേകത? വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം വന്നു എന്ന് പഠിച്ചു. അതിന്റെ പേര് എന്താണ്? ഷിവഡി നവസേവ അടൽ സേതു എന്നാണ് പഠിച്ചു. പിന്നെന്താണ്? അതറിയപ്പെടുന്ന മറ്റൊരു പേര് ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചേക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞു ജനുവരി 12. ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനമാണ്. അങ്ങനെയാണെങ്കിൽ ജനുവരി 15 എന്താണ്? ഇന്ത്യൻ ആർമി ഡേ ആണ്. പഠിച്ചു വെച്ചോ. ഇന്ത്യൻ ആർമി ഡേ എന്നാണ് ജനുവരി 15. എന്നാണ്? ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഇന്ത്യൻ മുന്നണിയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ മുന്നണിയുടെ അധ്യക്ഷൻ ആരാണ്? മല്ലികാർജുൻ ഖാർഗെ ആണ്. ആരാണ്? മല്ലികാർജുൻ ഖാർഗെ ആണ്. മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ മുന്നണിയുടെ അധ്യക്ഷനായി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. ഓർത്തു വെച്ചേക്കുക. ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ ആണ്. ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജി ആണ്. ഓക്കെ, അടുത്ത എന്താണ്? തായ്വാന്റെ പ്രസിഡന്റ് ആരാണ്? തായ്വാന്റെ പ്രസിഡന്റ് ലായ് ചിങ്തെ ആണ്. ആരാണ്? ലായ് ചിങ്തെ ആണ്. അടുത്ത ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം നമ്മൾ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? ന്യൂയോർക്കിലാണ് കണ്ടെത്തിയത്. എവിടെയാണ്? ന്യൂയോർക്കിലാണ് കണ്ടെത്തിയത്. 385 ദശലക്ഷം വർഷങ്ങളാണ് അതിന് പഴക്കമുള്ളത്. ഇതിനു മുന്നേ 2019 കണ്ടെത്തിയ ആമസോൺ കാടുകളും പിന്നെന്താണ് നമ്മുടെ ജപ്പാനിലെ യഗഷിമ വനവുമാണ് ഏറ്റവും പഴക്കമേറിയ വനങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? TH മുസ്തഫയുടെ കാര്യം പഠിച്ചു. TH മുസ്തഫ ആരാണ്? മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കെ കരുണാകരൻ മന്ത്രിസഭയിൽ 1991 തൊട്ട് 95 വരെ എന്താണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എന്നാണ്? 1997 എവിടെയായിരുന്നു? ആലുവയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ 1982, 87, 1991, 2001 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. അതെവിടെ നിന്നാണ്? അത് കുന്നത്ത് നാട്ടിൽ നിന്നാണ് വിജയിച്ചത്. കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ടോട്ടൽ എത്ര തവണ? 5 തവണ നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെന്താ പറഞ്ഞത്? ഇദ്ദേഹം ഏതൊക്കെ പദവിയിൽ ഇരുന്നിട്ടുണ്ട്? ഏതൊക്കെ പദവിയിലാണ്? സംസ്ഥാന ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ. പിന്നെന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ചെയർമാനായിട്ടും പിന്നെന്താണ്? സിയാലിന്റെ ഡയറക്ടറായിട്ടും ഇദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലങ്കൃത പാലം എവിടെയാണ്? ഫറോക്ക് പാലം. ഫറോക്ക് പാലം കോഴിക്കോടാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ 15 മത്സരത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടി, കേരളത്തിലെ ഒരു കായിക പ്രതിഭ എന്താണ്? വിജയം നേടി. അപ്പൊ ശ്രേയ പി സിജു. ആരാണ്? ശ്രേയ പി സിജു ആണ് അണ്ടർ 15 തലത്തിലെ മിന്നും പ്രകടനത്തോടെ ദേശീയ ശ്രദ്ധ നേടിയത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. ഇതിനു മുന്നേ ആരായിരുന്നു? മിന്നുമണി ആയിരുന്നു. മിന്നുമണിക്ക് പിന്നാലെ കേരളത്തിൽ നിന്ന് വനിതാ ക്രിക്കറ്ററായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? വനിതാ ക്രിക്കറ്ററായിട്ട് ദേശീയ ശ്രദ്ധ നേടിയത് ആരാണ്? ശ്രേയ പി സിജു ആണ്. ആരാണ്? ശ്രേയ പി സിജു ആണ്. ഓക്കെ, മത്സരത്തിൽ 262 റൺസിനാണ് ത്രിപുരയെ കേരളം തോൽപ്പിച്ചത്. എത്രയാണ്? 262 റൺസിൽ. അതിൽ 171 റൺസ് നേടിയാണ് താരം ദേശീയ ശ്രദ്ധ നേടിയത്. 262 റൺസിനാണ് വിജയിച്ചത്. അതിൽ 171 റൺസ് നേടിയത് ആരാണ്? ശ്രേയ പി സിജു ആണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം.
അടുത്ത ന്യൂസ് എന്താണ്? അടുത്ത റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ സർക്കാർ പാരിതോഷികം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ പദ്ധതികൾ, അതാണ് നമ്മൾ നോക്കാനുള്ളത്. ആദ്യം തന്നെ എന്താണ്? സോഫ്റ്റിലൂടെ സൗജന്യ ചികിത്സ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? സോഫ്റ്റ് ആയിരിക്കും പദ്ധതി, സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ആയിരിക്കും. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാഹന അപകടത്തിൽ പെടുന്നവരുടെയും വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നവരുടെയും ജീവൻ രക്ഷിക്കാൻ നിശ്ചിത തുക പാരിതോഷികം നൽകാൻ എന്താണ്? രക്ഷാ ദൗത്യം നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷാ പ്രവർത്തനത്തിന്റെ പേരെന്തൊക്കെയാണ്? സോഫ്റ്റും സേവും. രണ്ട് പദ്ധതികളാണ് കൊണ്ടുവന്നത്, സോഫ്റ്റ് പദ്ധതിയും സേവ് പദ്ധതിയും. അപ്പൊ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സോഫ്റ്റ്. അപ്പൊ ഈ വാഹന അപകടത്തിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള പദ്ധതി ഏതാണ്? സോഫ്റ്റ് എന്നാണ്. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചിട്ടോ, നമ്മൾ സെന്റൻസ് ബൈ ഏതെങ്കിലും എന്താണ് ചാനലിലൊക്കെ കിടക്കുന്ന നോക്കിയാൽ അവർ ചുമ്മാ എന്താണ് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതി ഏതാന്ന് കൊടുക്കും? സോഫ്റ്റാന്ന് എടുക്കും. നമ്മൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എളുപ്പമുള്ള ക്യാപ്സൂളൊക്കെ മേടിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇത് മാത്രമായിരിക്കും അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതി. എന്താണ്? റോഡിൽ അപകടത്തിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതി ഏതാന്ന് കാണും? സോഫ്റ്റ് എന്ന് കാണും. നമുക്ക് അത് മാത്രം മതിയോ? PSC ഫുൾ ഫോം ചോദിക്കും. സോഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? സേവ് അവർ ഫെലോ ട്രാവലർ. എന്താണ്? സേവ് അവർ ഫെലോ ട്രാവലർ. ഓക്കെ അല്ലേ? അടുത്ത അപകടത്തിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാനുള്ള പദ്ധതി അതേതാണ്? അത് സേവ് പദ്ധതിയാണ്. എന്താണ്? ആശുപത്രിയിൽ എത്തിക്കാനുള്ള പദ്ധതി സേവ് പദ്ധതി. അടിയന്തര ചികിത്സ നൽകാനായിട്ട് ഉള്ള പദ്ധതി സോഫ്റ്റ് പദ്ധതി. എന്താണ് സോഫ്റ്റിന്റെ ഫുൾ ഫോം? സേവ് അവർ ഫെലോ ട്രാവലർ. ഓക്കെ. ഇനി സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിന് ജനങ്ങളെ സോഫ്റ്റ് പദ്ധതിയിലൂടെ പ്രാപ്തരാക്കുക. അപ്പൊ സൗജന്യ ചികിത്സയാണ് നമ്മുടെ ഈ സോഫ്റ്റ് പദ്ധതി. അടിയന്തരമായിട്ട് കൊടുക്കുന്ന ആ പദ്ധതിക്ക് സൗജന്യ ചികിത്സയാണ്, അതും അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത എന്താണ്? സേവ് പദ്ധതി. അപകടത്തിൽപ്പെട്ട ഉടനെ എന്താണ്? പോലീസ് അല്ലെങ്കിൽ ആംബുലൻസ് ഒന്നും എത്തിയില്ലെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഉത്തരവാദിത്തം ജനങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്താന്ന് പറയുന്നത്? സേവ് പദ്ധതി എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള എന്താണ് പാരിതോഷികങ്ങളും അതിനുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ റോഡിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സ്ഥലത്തെ എന്താണ് കടകളിലെ എന്താണ് കച്ചവടക്കാരെ എല്ലാം അതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അതാണ് ഈ സേവ് പദ്ധതിയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ന്യൂസ് എന്താണ്? അടുത്ത ന്യൂസ് നമ്മുടെ H എടുത്താൽ ഇനി ലൈസൻസ് കിട്ടില്ല എന്നതാണ് അടുത്ത ന്യൂസ് അല്ലേ? അപ്പൊ H എടുത്താൽ ലൈസൻസ് കിട്ടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും ഇനി മുതൽ എന്താണ് ചിത്രീകരിക്കും. 3 മാസം വരെ അത് സൂക്ഷിക്കുകയും ചെയ്യും. അതാണ് പുതുതായിട്ട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നത് അത് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നത്? എന്താണ്? കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ പദ്ധതി സംസ്ഥാനത്തും ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഗതാഗത വകുപ്പ് കൊണ്ടുവന്നത്. എന്താണ്? ഇവിടെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് എടുക്കുന്നത്. നമ്മളാണെങ്കിൽ ഹെഡിങ് മാത്രം നോക്കിയിട്ട് H എടുത്താൽ ലൈസൻസ് ഇല്ല, ഓക്കെ, അന്ന് നോക്കിയിട്ടങ്ങ് പോവും. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്ത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് മാറ്റിയത് എന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ പത്രം വായിച്ചാൽ മതിയോ? നമ്മൾ ഫുള്ള് വായിച്ചു നോക്കുക, ആവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ്? കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്റർ പദ്ധതി നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത്. ഈ ഒരു പോയിന്റ് ആണ് നോക്കി വെക്കേണ്ടത്. അപ്പൊ എന്താണ് പദ്ധതി? അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്റർ പദ്ധതി. എന്താണ്? അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്റർ പദ്ധതി. ഇത് എവിടെ നടപ്പിലാക്കുന്നു? നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് H എടുത്താൽ പോരാ, ഇനി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ എന്നുള്ള പുതിയൊരു പരിഷ്കാരം കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ്? ഇനി എല്ലാം പൂർണ്ണമായിട്ട് ചിത്രീകരിക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്, H എടുത്താൽ മാത്രം പോരാ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? സാറ ജോസഫിന് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം. ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. സാറ ജോസഫ് വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്ക് PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് സാറ ജോസഫ്. അപ്പോൾ സാറ ജോസഫിന് ഫെഡറൽ ബാങ്കിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അതാണ് ഇപ്പം അടുത്ത് നമ്മൾ പഠിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ് സാറ ജോസഫിന് കിട്ടിയത്. അപ്പോൾ എത്രാമത്തെയാണ്? നമ്മൾ ചോദ്യം പഠിച്ചു തന്നെ പോവാം. എത്രാമത്തെ ഫെഡറൽ ബാങ്ക്
ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ് സാറ ജോസഫിന് കിട്ടിയത്. എത്രാമത്തെയാണ്? രണ്ടാമത്തെ. അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കാം, രണ്ടാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സാറ ജോസഫിന്. കിട്ടിയോ? ഇനി വേറൊരു ചോദ്യം ചോദിക്കാം, PSC കുറച്ചുകൂടെ ആഴത്തില്. എന്താണ്? എന്തിനാണ് കിട്ടിയത്? ബൈബിൾ പശ്ചാത്തലത്തിൽ രചിച്ച കറ എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. എന്താണ്? ബൈബിളിനെ പശ്ചാത്തലമാക്കി സാറ ജോസഫ് രചിച്ച കറ എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അപ്പൊ PSC എങ്ങനെ ചോദിക്കാം? ബൈബിളിനെ പശ്ചാത്തലമാക്കി സാറ ജോസഫ് രചിച്ച കൃതി ഏത് അല്ലെങ്കിൽ നോവൽ ഏതെന്ന് ചോദിക്കാം. ഏതാണ് കൃതി? കറയാണ് കൃതി. ഏതാണ്? കറ. ഓക്കെ അല്ലേ? ഇനി വേറൊരു രീതി ചോദിക്കാം, നമ്മുടെ സാറ ജോസഫിന് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? അതേതാണ്? കറയാണ്. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെയാണ് ഇത്. അപ്പൊ ആർക്കോ ആദ്യം കിട്ടി, വലിയ പഴക്കമൊന്നുമുള്ള പുരസ്കാരമല്ല, സെക്കൻഡ് ആണ്, രണ്ടാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ്. അപ്പൊ ആദ്യം ആർക്കോ കിട്ടി. ആദ്യം ആർക്കാണ് കിട്ടിയെന്ന് പഠിക്കണ്ടേ? അപ്പൊ ആർക്കാ കിട്ടിയത്? കെ വേണുവിനാണ് കിട്ടിയത്. ആർക്കാണ്? കെ വേണു. കെ വേണുവിനാണ് ഫസ്റ്റ് ആദ്യമായിട്ട് പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടിയത്. അപ്പൊ പഠിച്ചു വെച്ചോ, എന്താണ്? പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കെ വേണുവിനാണ്. രണ്ടാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സാറ ജോസഫിനാണ്. എന്തിനാണ് കിട്ടിയത്? കറ എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത്. എന്താണ് ഈ നോവലിന്റെ പശ്ചാത്തലം? ബൈബിളിനെയാണ് പശ്ചാത്തലമായിട്ട് ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ ബൈബിൾ പശ്ചാത്തലമാക്കിയ സാറ ജോസഫ് എഴുതിയ കൃതി ഏത് അല്ലെങ്കിൽ നോവൽ ഏതാണ്? കറയാണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോട്ട് സൂക്ഷിക്കുക, കറണ്ട് അഫയേഴ്സിന് ഒരു സെപ്പറേറ്റ് ബുക്ക് മാറ്റി വെക്കുക, ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.